മൂന്നാർ കൊളുക്കുമല സൂര്യോദയം കാണാനായിട്ട് കേരളത്തിലെ ഏറ്റവും നല്ലൊരു കിടിലൻ ഹിൽ സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ കൊളുക്കുമലയെ. ഇത് പോകേണ്ടത് മൂന്നാറിൽ നിന്ന് സൂര്യനെല്ലി പോകണം. സൂര്യനെല്ലിയാണ് ഇതിൻ്റെ ബേസ് ക്യാമ്പ്. സൂര്യനെല്ലിയിൽ നമ്മൾ പുലർച്ചെ ഒരു 4 മണിക്കെങ്കിലും എത്തണം. അവിടുന്ന് ജീപ്പ് സഫാരിയാണ്. തേയിലത്തോട്ടത്തിനുള്ളിലൂടെയുള്ളൊരു ഓഫ് റോഡ് ജീപ്പ് തന്നെയാണ് ആ ഒരു യാത്ര. 3000 രൂപയാണ് ഇപ്പോൾ ഏകദേശം ചാർജ് വരിക. അത് 6 പേർക്ക് പോവാം. നമ്മളിപ്പോൾ 6 പേരില്ല, ഒരാൾ ഒറ്റയ്ക്കായിട്ട് പോകുന്നതാണെങ്കിലും കുഴപ്പമില്ല. അവിടെ പോയി ടിക്കറ്റ് എടുക്കുമ്പം അവർ 6 പേരെ ഗ്രൂപ്പായിട്ട് തിരിച്ച് കയറ്റി വിടും. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല യാത്രയാണ്. ഒറ്റ പ്രശ്നമുള്ളൂ, വെളുപ്പിനെ അവിടെ 4 മണിയാകുമ്പോൾ സൂര്യനെല്ലിയിൽ എത്തണം. അവിടുന്ന് പിന്നെ ഉദയം കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറണം. ആ ജീപ്പിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് നമുക്ക് അവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാണാം. അതിന് കുറച്ചൊരു ഭാഗ്യം കൂടെ വേണം കേട്ടോ. കാരണം നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന അന്തരീക്ഷമാണെങ്കിൽ സൂര്യനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. മഞ്ഞിൻ്റെ ക്ലൗഡ് കൊണ്ട് സൂര്യനെ ശരിക്കും നമുക്ക് ക്ലിയറായി കാണില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ മനോഹരമായിട്ട് നമ്മൾ നല്ല മുകളിലും നമ്മുടെ താഴെ ആകാശവും മേഘവും എല്ലാം അതിനിടയിൽ കൂടെ സൂര്യൻ ഇങ്ങനെ കിരണങ്ങളായിട്ട് ഇങ്ങനെ വരുന്നത് അതൊരു വല്ലാത്ത ഫീലാണ്. ഈ ഉയരം കൂടുന്തോറും തേയിലയ്ക്ക് സ്വാദ് കൂടുന്നു പറയുന്ന പോലെ ഏറ്റവും ഉയരത്തിലുള്ള ടീ പ്ലാന്റേഷൻ കൂടിയാണ് ഈ മൂന്നാർ കൊളുക്കുമല എന്ന് പറയുന്നത്. ഇതിനടുത്ത് തന്നെ ഒരു ടീ പ്ലാന്റേഷനും അതിൻ്റെ ഫാക്ടറിയൊക്കെ ഉണ്ട്. അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ടും പോവാം. നീലക്കുറിഞ്ഞി പൂവിടുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ ഈ മലനിരകളുടെ താഴ്വാരങ്ങളിലും ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒരുപാട് നീലക്കുറിഞ്ഞികൾ പൂത്ത് നിൽക്കുന്നതും കൂടി നമുക്ക് കാണാൻ പറ്റും. 12 കൊല്ലത്തിലൊരിക്കലേ അതിൻ്റെ ഭാഗ്യം ഉണ്ടാവുള്ളൂ. എങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ മൂന്നാർ കൊളുക്കുമലയിലെ ഈ സൂര്യോദയം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പുലിയുടെ തലയുടെ ഷേപ്പിലുള്ള, പുലി വാതുറന്ന് നിൽക്കുന്ന ഷേപ്പിലുള്ള ഒരു പാറയൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു, അത് പെട്ടെന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഇതിൽ ഇടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് ഇട്ടാൻ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ പോയ ജീപ്പിൽ തന്നെ നമുക്ക് തിരിച്ച് നമ്മളെ ഇവിടെ സൂര്യനെല്ലിയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ വണ്ടിയിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അവിടെ ഓടുന്ന ആ ജീപ്പിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. അത് നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു ഓഫ് റോഡ് തന്നെയാണത്. നല്ലൊരു കാഴ്ചയായിരിക്കും ഇവിടെ കൊളുക്കുമല പോയി കഴിഞ്ഞാൽ. ഒരിക്കലും ഒരു നഷ്ടമായിരിക്കത്തില്ല. അപ്പോൾ ഉദയൻ വ്ലോഗിൽ വരുന്ന വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.